ഹായ് ഗായ്സ്, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലുള്ള ബൂസ്റ്റർ ടോക്കൺ എങ്ങനെ നമ്മൾക്ക് കുറച്ചധികം നമുക്കിങ്ങനെ എടുക്കാമെന്നാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ ടോക്കൺ എത്ര ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റർ ടോക്കൺ നോക്കി വെക്കാം. ഇപ്പോൾ ഗൈസ് ഇതിൻ്റെ ബൂസ്റ്റർ എത്ര ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ 60 ഉള്ള ടോക്കനാണ് ഗൈസ് നമ്മളിപ്പോൾ കൂട്ടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അറിയാത്തവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടണം കണ്ട ഗൈസ് നമ്മൾ സെലക്ട് ബൂസ്റ്റർ ടോക്കൺ 4 എന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൊടുത്തപ്പോൾ 4 കിട്ടി. അപ്പോൾ 64 ആയി. ഇനിയിപ്പോൾ അതേമാതിരി തന്നെ ഞാൻ ഇപ്പോൾ ഒരു പ്ലെയറും കൂടെ റിലീസാക്കാൻ പോവാം. അപ്പോൾ എനിക്ക് ഇവിടെ ഗൈസ് വീണ്ടും ഒരു 4 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൈസ് 8 എണ്ണമായി. ഇപ്പം നമുക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് പ്ലേയേഴ്സിനെ അങ്ങനെ ഒഴിവാക്കി നമുക്ക് അതിനനുസരിച്ചുള്ള ടോക്കൺ കിട്ടും ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എനിക്കിപ്പോൾ വീണ്ടും ഒരു 8 കിട്ടി. ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പ്ലെയറെ പിടിച്ച് നമുക്ക് ബൂസ്റ്റാക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം മനസ്സിലാവും. നമുക്ക് ബൂസ്റ്റർ നോക്കി കഴിഞ്ഞാൽ ഗൈസ് അത് നോക്കാം. ഇവിടെ ഇപ്പോൾ 76 ടോക്കനായി ഗൈസ്. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത ഒരു പ്ലേയേഴ്സിനെ നമുക്ക് റിലീസാക്കി നമുക്ക് ഒരു ടോക്കൻസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇത് പലർക്കും അറിയാം, പക്ഷേ അറിയാത്തവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഗൈസ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലേക്ക് ശരിയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആയിരിക്കുന്നു. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.